ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോറിയർ സീരീസിൻ്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ വെൻ മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. കൂടെ ഒരു കണ്ടീഷനോട് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ആണ്. പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ എഫ് ഓഫ് എക്സ് ആയിരുന്നു ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് മീൻ ചെയ്യുന്നത് our function f of x is periodic and the period of that function is 2π. ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഡെഡ്യൂസ് ദാറ്റ് ദിസ് റിസൾട്ട്, ഈ റിസൾട്ട് നമുക്ക് ഡെഡ്യൂസ് ചെയ്യണം. അത് ഫൈനലി ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് കാണണം. അതിന് യൂളർ ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് a0, an, bn കണ്ടുപിടിക്കണം. a0 ഫോർമുല a0 is equal to 1/2π integral minus pi to pi f of x dx, and that is equal to 1/2π. ഇവിടെ ഈ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റേഞ്ച് -π to π ആണ്. പക്ഷേ നമുക്കറിയാം എഫ് ഓഫ് എക്സിന് അതിനിടയ്ക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. -π to 0ൽ മൈനസ് കെയും 0 to πയിൽ കെയും ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. Integral -π to 0 plus 0 to π എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ആ -π to 0ലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? -π to 0ലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ മൈനസ് കെ ആണ്. സോ മൈനസ് കെ ഡി എക്സ് പ്ലസ് 0 to πയിലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? അത് കെയും ആണ്. സോ കെ ഡി എക്സ്. ഇനി ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ 1/2π മൈനസ് കെ കോൺസ്റ്റൻറ്റ്, മൈനസ് കെ പുറത്ത്, ഇവിടെ ബാക്കി വരുന്നത് 1 ഡി എക്സ് ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ആണ്. ലിമിറ്റ് -π to 0 പ്ലസ് ഇവിടെ കെ കോൺസ്റ്റൻ്റ് ആണ്, കെ ഔട്ട്സൈഡ്, റിമൈനിങ് പാർട്ട് 1 ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ്, ലിമിറ്റ് 0 to π. And that is equal to 1/2π minus k into upper limit 0 minus lower limit -π. ആ മൈനസ് പ്ലസ് ആവും. പ്ലസ് k into ഇവിടെ upper limit π minus lower limit 0. So that is equal to 1/2π ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ -kπ പ്ലസ് kπ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ കേസിൽ കോഎഫിഷ്യൻ്റ് a0ൻ്റെ വാല്യൂ 0 ആണ്. ഇതുപോലെ നമുക്ക് an കാണണം. an ഫോർമുല an is equal to 1/π integral -π to π f of x into cos of nx dx. ഇതാണല്ലോ ഡെഫിനിഷൻ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π. ഇവിടെ നമുക്ക് -π to πനെ എഫ് ഓഫ് എക്സ് വരുന്നതുകൊണ്ട് -π to πനെ -π to 0 പ്ലസ് 0 to π എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ -π to 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to π dx അല്ലേ. ഇവിടെ ഈ ഫസ്റ്റ് കേസിൽ -π to 0യിൽ എഫ് ഓഫ് എക്സ് വാല്യൂ എന്താണ്? -k ആണ്. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ -k ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് ഡി എക്സ് എന്നാണ് വരിക. അവിടെ -k കോൺസ്റ്റൻറ്റാണ്. ആ -k നമുക്ക് പുറത്ത് വയ്ക്കാം. സോ -k ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് ഡി എക്സ് അല്ലേ. ഇനി 0 to πയിലേക്ക് വരുമ്പോൾ 0 to πയിലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ k ആണ്. അപ്പോൾ ഇവിടെ k ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് ഡി എക്സ് എന്നാണ് വരിക. അവിടെ k കോൺസ്റ്റൻ്റാണ്, kനെ പുറത്ത് വയ്ക്കാം. k ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ. ഇനി ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π മൈനസ് കെ ഇൻറ്റു കോസ് ഓഫ് എൻ എക്സിന് ഇൻ്റഗ്രൽ എന്താണ്? കോസ് ഓഫ് എൻ എക്സിന് ഇൻ്റഗ്രൽ സൈൻ ഓഫ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ എന്നാണ്. ലിമിറ്റ് -π to 0 പ്ലസ് കെ ഇൻറ്റു
എഗെയിൻ ഇവിടെ കോസ് ഓഫ് എൻ എക്സ് ആണുള്ളത്. കോസ് ഓഫ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ വീണ്ടും സൈൻ ഓഫ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. ലിമിറ്റ് 0 to π അല്ലേ. ഇനി വാല്യൂസ് റീപ്ലേസ് ചെയ്യണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അപ്പർ ലിമിറ്റ് 0യാണ്. ഇവിടെ 0 കൊടുക്കുമ്പോൾ സൈൻ 0 ഈസ് 0 മൈനസ് ലോവർ ലിമിറ്റ് പൈ ആണ്. പൈ കൊടുത്തതിനുള്ള സൈൻ ഓഫ് മൈനസ് എൻ പൈ എന്നല്ലേ വരിക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് എൻ പൈ? ആ റിസൾട്ടുകൾ ഓർത്തിരിക്കുന്നതല്ലാണ്. സൈൻ ഓഫ് എൻ പൈ, സൈൻ ഓഫ് എനി മൾട്ടിപ്പിൾ ഓഫ് പൈ ഇസ് ഈക്വൽ ടു 0. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് എൻ പൈ? ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വയ്ക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് എൻ പൈ? വാട്ട് ഈസ് കോസ് പൈ? കോസ് പൈ ഈസ് -1. വാട്ട് ഈസ് കോസ് 3 പൈ? -1. വാട്ട് ഈസ് കോസ് 5 പൈ? -1. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ കോസിൻ്റെ വാല്യൂ -1 ആണ്. വാട്ട് ഈസ് കോസ് 2 പൈ? കോസ് 2 പൈ ഈസ് 1. കോസ് 4 പൈ 1. കോസ് 6 പൈ 1. ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണെങ്കിൽ കോസ് ഓഫ് എൻ പൈ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഈവൻ വാല്യൂ, ഈവൻ -1ഉം +1ഉം വരുന്നതുകൊണ്ട് നമ്മൾ -1 ദ ഹോൾ റൈസ് ടു n എന്ന് എഴുതും അല്ലേ. n ഓഡാണെങ്കിൽ -1 കിട്ടും, n ഈവൻ ആണെങ്കിൽ +1 കിട്ടും. അപ്പം കോസ് ഓഫ് എൻ പൈ ഈസ് ഈക്വൽ ടു -1 റൈസ് ടു n ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അപ്പർ ലിമിറ്റ് സൈൻ 0 ലോവർ ലിമിറ്റ് സൈൻ ഓഫ് എൻ പൈ എന്നാണ് വരിക. സൈൻ ഓഫ് എനി മൾട്ടിപ്പിൾ ഓഫ് പൈ ഈസ് ഈക്വൽ ടു 0യാണ്. ഈ ടേമും 0 ആയിട്ട് മാറി. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പം എഗെയിൻ സൈൻ ഓഫ് എൻ പൈ 0 മൈനസ് എക്സിന് 0 കൊടുത്താൽ 0യാണ്. സൈൻ 0 അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ എത്ര തന്നെ വരിക? an ഈസ് ഓൾസോ 0. സോ a0 0, an 0. ഇനി bn കാണണം. എന്തായിരുന്നു bnൻ്റെ ഫോർമുല? bn ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π to π f of x into sin of nx dx. sin of nx dx ഇതാണുള്ള ഫോർമുല. അതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റേഞ്ച് -π to π ആണ്. അപ്പോൾ -π to 0 + 0 to π എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π to 0 പ്ലസ് -π to 0 പ്ലസ് 0 to π അല്ലേ. ഇനി -π to 0യിൽ എഫ് ഓഫ് എക്സ് ആരാണ്? -k ആണ്. അപ്പോൾ -k കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്കാം. -k ഇൻറ്റു സൈൻ ഓഫ് എൻ എസ് ഉണ്ടാവുക, -k കോൺസ്റ്റൻ്റ് ആണ്. സോ -k ഇൻറ്റു സൈൻ ഓഫ് എൻ എക്സ് ഡി എക്സ് അല്ലേ. പ്ലസ് ഇനി 0 to πയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 to πയിൽ എഫ് ഓഫ് എക്സ് ആരാണ്? എഫ് ഓഫ് എക്സ് k ആണ്. സോ k ഇൻറ്റു സൈൻ ഓഫ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ, പുറത്ത് വയ്ക്കാം. ഈ k നമുക്ക് പുറത്ത് വയ്ക്കാം. സോ k ഇൻറ്റു നൗ ദിസ് ഇസ് ഈക്വൽ ടു 1/π -k കോൺസ്റ്റൻറ്റ്. ഇനി സൈൻ ഓഫ് എൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സൈൻ ഓഫ് എൻ എക്സിന് ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ഓഫ് എൻ എക്സ്. അപ്പോൾ അത് പ്ലസ് ആവും. മൈനസ് കോസ് ഓഫ് എൻ എക്സ് ഡിവൈഡ് ബൈ n. ലിമിറ്റ് -π to 0 പ്ലസ് ഇവിടെ k നമ്മൾ ഔട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. k ഇൻറ്റു സൈൻ ഓഫ് എൻ എക്സ് അഗെയിൻ മൈനസ് കോസ് ഓഫ് എൻ എക്സ് ആണ്. അപ്പോൾ ഇത് മൈനസ് ആവും. ഓക്കെ, മൈനസ് കോസ് ഓഫ് എൻ എക്സ് ഡിവൈഡ് ബൈ n. ലിമിറ്റ് 0 to π. ഓക്കെ, now this is equal to 1/π into k by n constant. So k by n into ഇവിടെ അപ്പർ ലിമിറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ cos 0 1 ആണ്. 1 അപ്പർ ലിമിറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ cos 0 1 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് -π ആണ്. അപ്പോൾ കോസ് ഓഫ് -nπ എന്നുണ്ടാവുക. നമുക്കറിയാം കോസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് -x ആണ്. അപ്പോൾ കോസ് ഓഫ് -nπ എന്ന് പറയുന്നതും കോസ് ഓഫ് nπ എന്ന് പറയുന്നതൊക്കെ സെയിമാണ്. കോസ് ഓഫ് nπയുടെ വാല്യൂ നമുക്കറിയാം -1 റൈസ് ടു n ആണ്. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ cos 0 1 മൈനസ് ലോവർ ലിമിറ്റ് -nπ കൊടുത്താൽ കോസ് ഓഫ് -nπ എന്ന് വരിക.
ആൻഡ് കോസ് ഓഫ് മൈനസ് എൻ പൈ ഇസ് കോസ് എൻ പൈ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് 1 റൈസ് ടു എൻ. അപ്പോൾ ഇത് മൈനസ് 1 റൈസ് ടു എൻ എന്നായിട്ട് മാറും. പ്ലസ് ഇനി ഇവിടെ മൈനസ് കെ ബൈ എൻ, മൈനസ് കെ ബൈ എൻ ഇൻറ്റു ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് നിങ്ങൾ പൈ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും കോസ് ഓഫ് എൻ മൈനസ് നമ്മൾ പുറത്ത് കൊടുത്തല്ലോ, മൈനസ് കെ ബൈ എൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുകയാണെങ്കിൽ കോസ് ഓഫ് എൻ പൈ ഈസ് മൈനസ് 1 റൈസ് ടു എൻ മൈനസ് കോസ് 0 ഈസ് 1. ഓക്കെ അല്ലേ? ഈ മൈനസ് നിങ്ങൾ അകത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ ഇതെന്താ വരിക? കെ ബൈ എൻ ഇൻറ്റു 1 മൈനസ് 1 റൈസ് ടു എൻ എന്നല്ലേ ഉണ്ടാവുക? സെയിം ടേം കിട്ടും. അപ്പോൾ അത് ആക്ച്വലി കെ ബൈ എൻ ഇൻറ്റു 1 മൈനസ് 1 റൈസ് ടു എൻ പ്ലസ് കെ ബൈ എൻ ഇൻറ്റു 1 മൈനസ് 1 റൈസ് ടു എൻ 2 ടൈംസ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2k ഡിവൈഡഡ് ബൈ എൻ പൈ ഇൻറ്റു 1 മൈനസ് 1 റൈസ് ടു എൻ എന്ന് വരും. ഇതാണ് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാല്യൂസ് നമുക്ക് കൊടുത്ത് നോക്കാം. വാട്ട് ഈസ് B1? ഇതിപ്പോൾ ബി എന്നിൻ്റെ ഫോമുലയാണ്. B1 എന്നിന് 1 കൊടുക്കണം. എന്നിന് 1 കൊടുത്താൽ ഇത് എന്നിന് 1 കൊടുക്കുമ്പോൾ 2k ഡിവൈഡഡ് ബൈ പൈ എന്നുണ്ടാവും അല്ലേ? n 1 ആവും. 2k ഡിവൈഡഡ് ബൈ പൈ. ഇവിടെ എന്നിന് 1 കൊടുത്താൽ ഇത് -1 ആവും അല്ലേ? -1 റൈസ് ടു 1 -1 പ്ലസ് ആവും. അപ്പോൾ അത് ഇൻറ്റു 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4k ഡിവൈഡഡ് ബൈ പൈ ഉണ്ടാവും B1. വാട്ട് ഈസ് B2? When n is equal to 2 ഇത് -1 ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1 മൈനസ് 1 0. സോ B2 0 യാ. വാട്ട് ഈസ് B3? B3യുടെ n 3 കൊടുക്കണം. n 3 കൊടുക്കുമ്പോൾ ഇത് -1 ഹോൾ ക്യൂബ് ആവും. -1 മൈനസ് പ്ലസ്. അപ്പോൾ ഇത് 2 ആവും. 2 ഇൻറ്റു 2 4k. സോ 4k ഡിവൈഡ് ബൈ ഇവിടെ n 3 കൊടുത്ത 3 പൈ. B4 0 ആയിരിക്കും. B5 നിങ്ങൾ ഇതുപോലെ കാണുകയാണെങ്കിൽ 4k ഡിവൈഡ് ബൈ 5 പൈ എക്സെട്രാ എന്നുണ്ടാവും. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ ഫോറിയർ സീരീസ് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? A0 പ്ലസ് ഒന്നുകിൽ സിഗ്മയിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താം. A0 പ്ലസ് A1 cos x പ്ലസ് A2 cos 2x പ്ലസ് എക്സെട്രാ പ്ലസ് B1 sin x പ്ലസ് B2 sin 2x പ്ലസ് എക്സെട്രാ. അതിൽ A0 0 നമുക്ക് മനസ്സിലായേണ്ട, an 0 ആണ്. അപ്പോൾ A1 A2 A3 എല്ലാം 0 ആണ്. ഈ ടേംസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. വാട്ട് ഈസ് B1? B1 ഈസ് 4k ബൈ പൈ. അപ്പോൾ B1 വരെ നമുക്ക് 4k ബൈ പൈ കൊടുക്കാം. സോ 4k ഡിവൈഡ് ബൈ പൈ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വാട്ട് ഈസ് B2? B2 0 ആണ്. വാട്ട് ഈസ് B3 ഈസ് 4k ഡിവൈഡ് ബൈ 3 പൈ ഇൻറ്റു സൈൻ 3x പ്ലസ് B4 0 ആയിരിക്കും. അടുത്ത ടൈം വരെ 4k ഡിവൈഡ് ബൈ 5 പൈ ഇൻറ്റു സൈൻ 5x പ്ലസ് എക്സെട്രാ. ഇതാണ് സീരീസ്. ക്ലിയർ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ 4k ബൈ പൈന് കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്ത് വയ്ക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4k ബൈ പൈ ഇൻറ്റു ബാക്കി വരുന്നത് സൈൻ എക്സ്. ഇവിടെ സൈൻ എക്സ് ഉണ്ടാവും. ഇവിടെ 4k ബൈ പൈനെ പുറത്ത് വെച്ച് ബാക്കി സൈൻ 3x ബൈ 3 പ്ലസ് സൈൻ 3x ഡിവൈഡ് ബൈ 3 പ്ലസ് സൈൻ 5x ഡിവൈഡ് ബൈ 5 പ്ലസ് എക്സെട്രാ. ഇതാണ് സീരീസ്. ക്ലിയർ? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ സീരീസ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഹെൻസ് ഡെഡ്യൂസ്. ഈ ഒരു റിസൾട്ട് നമുക്ക് ഡെഡ്യൂസ് ചെയ്യണം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസ് കിട്ടിക്കോളും. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ ഈ സീരീസ് നോക്കുകയാണെങ്കിൽ 1 മൈനസ് 1/3 പ്ലസ് 1/5 എക്സെട്രാ അല്ലേ. ഇവിടെ നിങ്ങൾ എക്സിന് നിങ്ങൾ π/2 കൊടുക്കുകയാണെങ്കിൽ, എക്സിന് π/2 കൊടുക്കുകയാണെങ്കിൽ ഇത് സൈൻ π/2 വരും. സൈൻ π/2 1. ഇവിടെ എക്സിന് π/2 കൊടുക്കുകയാണെങ്കിൽ ഇത് സൈൻ 3π/2 എന്നല്ലേ വരിക.
What is the value of sin 3 pi by 2? Sin 3 pi by 2 minus 1 ആണ്. അപ്പോൾ അത് minus 1 by 3 ആവും അല്ലേ. എക്സിന് ഇവിടെ പൈ ബൈ 2 എടുത്താൽ സൈൻ 5 പൈ ബൈ 2 വിച്ച് ഈസ് 1. സോ 1 by 5. അപ്പോൾ എക്സിന് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ പൈ ബൈ 2 ആണ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. നമ്മളിപ്പോൾ എഴുതിക്കുന്ന സീരീസിൻ്റെ എൽ എച്ച് എസ് എഫ് ഓഫ് എക്സ് ആണ്. എക്സ് പൈ ബൈ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് പൈ ബൈ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് നോക്കൂ. പൈ ബൈ 2 എന്നുള്ള റേഞ്ച് 0 to പൈയിലല്ലേ വരുന്നത്. ആ 0 to പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? കെ ആണ്. അപ്പോൾ വെൻ എക്സ് ഇസിക്കൽ പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇസിക്കൽ കെ ആണ്. അപ്പോൾ ഇത് കെ ആയിട്ട് മാറും. സോ കെ ഈസ് ഈക്വൽ ടു 4k ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഇവിടെ എക്സിന് നിങ്ങൾ പൈ ബൈ 2 എടുത്താൽ സൈൻ പൈ ബൈ 2 1. ഇവിടെ എക്സിന് പൈ ബൈ 2 എടുത്താൽ സൈൻ 3 പൈ ബൈ 2. സൈൻ 3 പൈ ബൈ 2 ഇസ് -1. സോ -1 by 3. ഇവിടെ എക്സിന് പൈ ബൈ 2 സൈൻ 5 പൈ ബൈ 2 വിച്ച് ഈസ് 1. സോ 1 by 5 പ്ലസ് എക്സ് ഇട്ട മൈനസ് എക്സ് മൈനസ് പ്ലസ് എക്സ് ഇട്ട എന്ന് വരും അല്ലേ. ഈ കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ബാക്കി വരുന്നത് 1 അല്ലേ. ഈ പൈ ബൈ 4 ലെഫ്റ്റ് സൈഡിൽ എടുക്കാം. സോ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1 minus 1 by 3 plus 1 by 5 minus 1 by 7 plus etc. Okay. Thanks for watching.